എല്ലാവർക്കും നെഫ്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഞാനൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. നമുക്ക് ഓഗസ്റ്റ് 15 മധുരമായിട്ടൊരു പുഡിംഗ് റെഡിയാക്കാം. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. ടെൻഡർ കോക്കനട്ടും കസ്റ്റേർഡ് ആപ്പിളും വെച്ചിട്ടുള്ളൊരു പരീക്ഷണമാണ് ഈ റെസിപ്പി. അതിന് കസ്റ്റേർഡ് ആപ്പിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് പൾസ് ചെയ്യുക, അതിൻ്റെ കുരു മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇളനീറിൻ്റെ വെള്ളം, 1 കപ്പ് വെള്ളം, 1 കപ്പ് പൾപ്പും, പിന്നെ ഇത് നമ്മൾ അത് പൾസ് ചെയ്തിട്ട് നമ്മളെ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം റെഡിയാക്കിയതാണ്. 1 കപ്പ് വാനില ഐസ്ക്രീം, 1/4 കപ്പ് പാല്, കാഷ്യൂ കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ 1 കപ്പ് ഇളനീർ വെള്ളത്തിൽ 10 ഗ്രാം ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് മെൽറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്, 1 പാക്ക് ഫ്രഷ് ക്രീം, 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ, ഇത്രയൊക്കെയാണ് വേണ്ടത്. പാല് വിപ്പിംഗ് പൗഡർ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുക. അതൊരു ക്രീമി ആകുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നിങ്ങൾ മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 ടിന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുഡിങ്. പിന്നെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വാനില ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. മിക്സിയിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളവും പൾപ്പും കൂടി ആഡ് ചെയ്യുക. കസ്റ്റേർഡ് ആപ്പിളിൻ്റെ പൾപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ്, അത് നമ്മൾ ആദ്യം തന്നെ ഇളനീർ വെള്ളത്തിലാണ് സോക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് മെൽറ്റ് ചെയ്ത് അതും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക. കുറച്ച് വേണമെങ്കിൽ മാത്രം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ആ അടിച്ച് കഴിഞ്ഞത് നമ്മൾ ആ ക്രീം മിക്സറിൽ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നവരെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ചേർത്താൽ മതി അണ്ടിപ്പരിപ്പും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം കടിക്കണമെങ്കിൽ. പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക. ഈ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. എന്തായാലും എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അത് ഞാനിങ്ങനെ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് ഒരു ഫ്ലാഗിൻ്റെ ഒരു ചെറുതായിട്ട് നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ആ പീസ് എടുത്തിട്ടാണ് കളർ കൊടുത്തിട്ട് ഫ്ലാഗ് ആക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യുക. നല്ല യമ്മി റെസിപ്പിയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്തായാലും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.